ഹല്ലേലൂയ. ഈ രാത്രിയിൽ കയറി വരിക. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ബാലന്മാര് മൂന്നും തീരുമാനമെടുത്തു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ല എങ്കിലും ഈ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജാവിന് സന്തോഷം വന്നോ? കോപം വന്നു അല്ലേ? രാജാവിന് കോപം വന്നു. ഒരു രാജാവിന് കോപം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന് എന്നാ കുഴപ്പം? ആമേൻ ആമേൻ. സ്തോത്രം. രാജാതി രാജാവും കർത്താതി കർത്താവും ഭൂലോക രക്ഷിതാവും ഹല്ലേലൂയ ആമേൻ സകലത്തിന്റെ സൃഷ്ടിതാവുമായിരിക്കുന്ന ദൈവത്തിന് ഈ ലോകത്തിലെ ഒരു മനുഷ്യന് കോപം വന്നെന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നാ പ്രശ്നമെന്ന്? ആമേൻ ആമേൻ. ജീവനുള്ള ദൈവത്തോട് നന്ദി പറഞ്ഞ് രാത്രിയിൽ കയറി വരിക. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ആമേൻ. PSC എഴുതിയിട്ട് കാത്തിരിക്കുന്ന, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില അമ്മമാർ ഇതിനകത്തിരിക്കുകയാണ്. ചില അമ്മമാർ ഇതിനകത്തിരിക്കുകയാണ്. എന്റെ വീട്ടിലെ ഹല്ലേലൂയ ഒരു ജോലി എന്ന് എന്റെ മകന് ലഭിക്കും, എന്റെ മകൾക്ക് ലഭിക്കുമെന്ന് കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഈ ബാലന്മാരെ പോലെ തീരുമാനമുള്ള പ്രാർത്ഥനയായാൽ അത് ചില കോട്ടകളെ ഇടിച്ച് ഈ രാത്രി നിനക്ക് വാഗ്ദത്തങ്ങളെ തുറക്കാൻ പോകുന്നു. ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ചില ഹല്ലേലൂയ നന്മകൾ ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. എല്ലാവരും ആരാധിച്ചോട്ട്, എല്ലാവരും ആരാധിച്ചോട്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമുള്ളവരൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കൂ. തീരുമാനമുള്ളവരല്ല എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ രാത്രികാല ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുഭാഷകളിൽ ചിലർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതുഭാഷകളിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. അവർക്ക് ആത്മീയ വർധനം ഉണ്ടാകുന്നു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മർമ്മങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തന്റെ ജനത്തോട് ആലോചന പറയുവാൻ ദൈവത്തിൽ നിന്ന് മർമ്മങ്ങളെ ചോദിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഈ ദേശത്ത് എഴുന്നേൽക്കാൻ പോകുന്നു. ഈ ദേശത്ത് എഴുന്നേൽക്കാൻ പോകുന്നു. ഈ തമിഴ്നാടിന്റെ ഭാഗത്ത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. മക്കൾ വിദേശത്ത് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന്, കുടുംബനാഥൻ നന്നാകാൻ അനുവദിക്കത്തില്ലെന്ന്, ഹല്ലേലൂയ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാൻ അനുവദിക്കത്തില്ലെന്ന് നിന്നെ നോക്കി ആരെങ്കിലും രേഖ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മോർത്താക്കായ്ക്ക് വിരുദ്ധമായി കാമാൻ ഒരുക്കിയതുപോലെ നിനക്ക് വിരോധമായി ഒരുക്കിയ ചിലതൊക്കെ ഇന്ന് രാത്രി പൊട്ടി മാറാൻ പോവുകയാണ്. പൊട്ടി മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറാൻ പോവുകയാണ്. ആ ബന്ധനങ്ങൾ പൊട്ടുന്നു. 2-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്കും യഹോവയുടെ അഭിഷക്തന്മാർക്കും വിരോധമായി ഭൂമിയുടെ രാജാക്കന്മാര് അവരുടെ അധിപതികളും തമ്മിൽ ആലോചന കഴിച്ച് ഹല്ലേലൂയ ആമേൻ അവരെ എങ്ങനെ ബന്ധിക്കാമെന്ന് കണക്ക് കൂട്ടി വരുന്ന കയറുകളെ പൊട്ടിച്ച് എറിയുകളയുവാൻ 2-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രികാല ചില കെട്ടുകൾ പൊട്ടുകയാണ്, ചില കയറുകളെ എറിഞ്ഞു കളയുകയാണ്, ചില ബന്ധനങ്ങളെ പൊട്ടുകയാണ്. ഭവനത്തിന് അടിസ്ഥാനം കെട്ടിയിട്ടിട്ട് വർഷങ്ങൾ 6 ഇതുവരെ ഭവനം പണിയുവാൻ കഴിഞ്ഞിട്ടില്ല. മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നല്ലൊരു ആലോചന വന്നിട്ടില്ല. ഇതുവരെ മക്കളെ കെട്ടിക്കുവാൻ സാമ്പത്തികം കിട്ടിയിട്ടില്ല. ഇതുവരെ നല്ലൊരു ഭവനം വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നല്ലൊരു വാഹനം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ സന്തോഷമുള്ള ഒരു ജീവിതം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ വൃത്തുത ഇന്ന് 2025 ഈ ജനുവരി മാസത്തിന്റെ 28ാമത്തെ പ്രാവശ്യോ ആരും മൗനമായി ഇരിക്കണ്ട. കുഞ്ഞാട്ടിന്റെ ചുടുചോരയാൽ കഴുകൽ പ്രാപിക്കപ്പെട്ട തന്റെ ജനത്തിന്റെ അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ചില ലേഖ്യോൻ ഓടുന്നുണ്ട്, ചില വൈശാഖിക കെട്ടുകൾ പൊട്ടുന്നു, ചില രോഗത്തിന് ഇരിക്കാൻ കഴിയാതെ നിന്റെ ശരീരം വിടുന്നു. ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. കെട്ടുകൾ പൊട്ടി കയറുകളെ എറിഞ്ഞു കളയുക. കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക. റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾ പ്രസന്റ് ആയെങ്കിൽ ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. ഓ മാറാവ്യാധികൾ, മാറാവ്യാധികൾ, സയൻസിന്റെ വിധി എഴുതി വച്ചിരിക്കുന്ന, മരണത്തെ വിധി എഴുതി വച്ചിരിക്കുന്ന മാറാവ്യാധികൾ
ഇന്ന് രാത്രി പൊട്ടി മാറുന്നു. ഓ ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ക്യാൻസർ രോഗങ്ങൾ, ലിവർ കംപ്ലൈന്റുകൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറുകയാണ്. വല്ലാതെ നെഞ്ചരിപ്പ് കൊണ്ടുവരുന്ന രോഗമിട്ട് പോരാടുന്ന രണ്ട് സഹോദരന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. നെഞ്ചരിപ്പിന്റെ രോഗം വന്ന് വല്ലാതെ വണ്ണം അസ്വസ്ഥതപ്പെടുന്ന, വല്ലാതെ പുളഞ്ഞു പോകുന്ന അവസ്ഥ. ആ രോഗാത്മാവ് ഇന്ന് രാത്രി കർത്താവ് റെസൈൻ ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ കരമുടെ ചലിക്കുകയാണ്. ഒരു രോഗശാന്തിയുടെ വരം ഇതിനകത്തേക്ക് വ്യാപരിക്കുന്നു. രോഗശാന്തിയുടെ വരം ഈ കാലഘട്ടങ്ങളിൽ മാറാ വ്യാധികൾ കൊണ്ടിട്ട് പൈശാചികം നമ്മെ രോഗത്തിന് അടിച്ചാക്കാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി കാലം തന്റെ ജനത്തെ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പൊന്നു പോലെ യേശു പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ ആരും മൗനമായിരിക്കരുത്. നിന്റെ മക്കൾ പഠിക്കത്തില്ല, നിന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടത്തില്ല, നല്ല ഭാവി കിട്ടത്തില്ല, സുഖകാലം വരത്തില്ല. ആരാ വിധി എഴുതിയത്? ശത്രുവാണോ? തിരുത്തുന്ന രാത്രിയാകട്ടെ. തിരുത്തുന്ന രാത്രിയാണ്. ആമേൻ. പോലീസിന് ടെസ്റ്റ് എഴുതിയിരിക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറിച്ചിട്ടോ. 2026 ജാനുവരിയിൽ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾ കാക്കി ധരിച്ച് ഗവൺമെന്റ് മുദ്രയുള്ള തൊപ്പി വയ്ക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. കാലങ്ങളായി ഭവനത്തിന് അടിത്തറ കെട്ടിയിട്ട് ഇതുവരെ ഭവനം വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു കോണിൽ നീ ഒരു ചായ്പ് വെച്ച് കെട്ടി കിടക്കുന്ന വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. 2025 മാർച്ചിന് മുമ്പ് നിന്റെ വീടിനകത്തൊരു പണി നടക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തെ അടിച്ചു പണി നടക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഓ മകളുടെ ജീവിതം ഡിവോഴ്സിന്റെ വാക്കിൽ നിൽക്കുന്ന ആ ബന്ധനം അഴിഞ്ഞു മാറുന്നു. നിന്നെ വിട്ടുപോയ വരൻ ഇതാ മടങ്ങി വരാൻ പോകുന്നു. എവിടെയോ കിടന്ന ചില പിണികളെ എടുത്ത് ആശ്രയം വെച്ച് നടക്കുന്ന അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതാ മടങ്ങി വരാൻ പോകുന്നു. അതേ സഹോദര പ്രാർത്ഥിച്ചോ. നിന്റെ കണ്ണുനീരിന് ഒരു വിലയുണ്ട്. രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ നോക്കിയിട്ട് ഹല്ലേലൂയ മാനസിക രോഗിയാണ്, ഇത് മാനസിക മെന്റൽ പേഷ്യന്റ് ആണ് എന്ന് പറയുന്ന, മെന്റൽ പേഷ്യന്റ് ആണെന്ന് പറയുന്ന രോഗത്തിന്റെ മേല് ദൈവത്തിന്റെ കരം വയ്ക്കുന്ന രാത്രിയാണ്. എനിക്കറിയത്തില്ല, ഈ രാത്രി ദൈവാത്മാവ് എന്നോട് വചനത്തിൽ നിന്ന് നിങ്ങളുടെ ചില ബന്ധനങ്ങളോട് ദൈവാത്മാവ് കയറി ചെല്ലുവാൻ പറയുന്നു. നിങ്ങളെ ഭരിക്കുന്ന ചില രോഗക്കിടക്കകളെ ഈ രാത്രി കർത്താവ് മാറ്റി വിരിക്കാൻ പോകുന്നു. കിടക്കയെടുത്ത് നടക്കുവാൻ ആ വ്യവസ്ഥ കുളക്കരയിൽ കിടന്നവരോട് കൽപ്പിക്കുമാറാക്കിയ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തോട് കൽപ്പിക്കുന്നു. നിനക്കൊരു സുഖകാലം വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നും കൊടുങ്കാറ്റല്ല, എന്നും ഈശാനമൂലമല്ല. ഒരു മന്ദമാരി വരുന്നുണ്ട്. കുടുംബത്തിനകത്ത് ഭരിക്കുന്ന ചില വിദ്യാമൂർത്തികളെ അടിച്ചു പുറത്താക്കുക. കുടുംബത്തിനകത്ത് ഭരിക്കുന്ന ചില സർപ്പശക്തികളെ അടിച്ചു പുറത്താക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ കരമുടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ 3 ബാലന്മാര് പറഞ്ഞതുപോലെ എന്റെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ല എങ്കിലും ഞാൻ ഈ ദൈവത്തെ, ഈ രാജാവ് ഉണ്ടാക്കിയ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഈ രാത്രി പലരും അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. ചില പൈശാചിക കെട്ടുകൾ നിങ്ങളുടെ ശരീരങ്ങളെ വിടുന്നത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇടത് കൈ പൊങ്ങാതെ ഇരിക്കുന്ന ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിന്റെ ഷോളറിനെ കെട്ടിവെച്ച ചില കെട്ടുകൾ രാത്രികാലം പൊട്ടുന്നു.
കബല ഹടകാരകനെ ഓ റീവൽ കബനെ വൈഡേ മനകാരകനെ ഉടമാരകനെ റീവല വൈഡേ റീവൽ കബനം ഘടകം വൈഡം മനകം നവനെ ഓഹോ രകനെ റീവല വൈഡേ റീവൽ കബന വൈഡേ മനകാരകനെ ചുടവൽ കബനെ വൈഡം മനകം രകനം ഘടകം റിവനെ റീവല വൈഡം റീവൽ കബനം ഘടകം വൈഡം മനകം രവനം. ഈ രാത്രി പ്രാർത്ഥിച്ചോ, ആരാധനയ്ക്കകത്ത് ഒരു മർമ്മമുണ്ട്. അത് രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്, രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഫലം കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുന്ന ഒരു രാത്രിയായി മാറട്ടെ. യെസ് 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 യെസ്. ആമേൻ 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 ആമേൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവൻ എന്നെ വഴിതിരിപ്പിച്ച് അവന്റെ കുരുക്കുകളിൽ കൊണ്ടിടുവാൻ പലവട്ടം നിനക്കെതിരെ പദ്ധതി വെച്ചപ്പോ ദൈവത്തിന്റെ ദൂതനെ അയച്ച് കുടുംബങ്ങളെ വിടിവിച്ച ദൈവജനം ഇതിനകത്തിരിപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് ദൈവവേല ചെയ്യണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേല ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആമേൻ ഈ കരം ദൈവം കാണുകയാണ്. നിങ്ങളുടെ ഈ കരത്തിന് മേൽ ഒരു ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരും. ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ഞാൻ ലാസ്റ്റിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരിക. അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വേദപുസ്തകം എടുക്കുന്നതിന് മുമ്പ് ഞാൻ അർദ്ധരാത്രിയിൽ ഞാൻ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് വെച്ച് ഞാൻ കേട്ടൊരു സ്വരമാണ്. അതിനുശേഷം ഞാൻ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുവാൻ പ്രസംഗിയനായി ഇറങ്ങി വന്നു. ആയിരക്കണക്കിന് പ്രവാചകന്മാർ പ്രവാചികമാര് ഹല്ലേലൂയ ആമേൻ നിന്നിൽ കൂടി ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ യാഗപീഠത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വ്യക്തികളെ കർത്താവിന്റെ ആമേൻ ആമേൻ ദാസന്മാരായി ദാസിമാരായി അനുഗ്രഹിച്ചു വിടുന്ന ദർശനം ഞാൻ കാണുവാനിടയായി. ആമേൻ ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവ ശബ്ദം കേട്ട അബ്രഹാമിന് അറിയാം, അബ്രഹാം കൂടാരത്തിനകത്ത് ഇരുന്നാൽ ദൈവം അബ്രഹാമിനെ ഉപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അബ്രഹാമേ എന്ന് വിളിക്കുമ്പോ അവൻ കൂടാരത്തിൽ നിന്ന് പുറത്തു വന്ന് മുകളിലോട്ടൊന്ന് നോക്ക്. ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന നല്ല ഒരു അബ്രഹാം ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില വിടുതലൂടെ നടക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ചില വിടുതൽ നടക്കാൻ പോകുന്നു. ഓ, ഇന്നലെ വരെ നിന്നെ പിടിച്ചു കെട്ടിവെച്ച, ഇന്നലെ വരെ നിന്നെ തറച്ച് കെട്ടിവെച്ച ചില കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് കയറുകളെ എറിഞ്ഞു കളയുന്ന രാത്രിയാണ്. കയറുകളെ എറിഞ്ഞു കളയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഈ തലയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഞരമ്പ് വല്ലാതെ ഇങ്ങനെ സ്പ്രിങ് പോലെ ആമേൻ ഇളുത്തുളുത്ത് പിടിക്കുന്ന ഇതിനകത്ത് ആരായിരിക്കുന്ന അവരൊന്ന് കൈപൊക്കിയാട്ട്. സ്തോത്രം. അങ്ങനെ രോഗമുള്ളവർ യെസ് യെസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ളവരെല്ലാം ലാസ്റ്റ് സമയത്ത് കിടന്നു വരിക. ഒരൊറ്റ രോഗികളെ ആശുപത്രിയിൽ വിടാത്തൊരു പ്രാർത്ഥനയാലയമാണ് ഞങ്ങൾ നടത്തുന്നത്. 100 കണക്ക് ക്യാൻസർ രോഗികൾ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. 65 ക്യാൻസറിന്റെ മുഴയോടെ കൊല്ലത്തുന്നൊരു ഹിന്ദു സ്ത്രീയെ മൂത്രത്തിന് ട്യൂബിട്ട് അല്ലലിയ ആമേ ഉരുട്ട് അല്ലലിയ ഞങ്ങളവിടെ വന്നിട്ട് ഉരുട്ടുവണ്ടിയിൽ ഉരുട്ടി ആലയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ചെറിയ കട്ടിൽ കിടന്നു. ഞാൻ പറഞ്ഞ ആ കട്ടിലോട്ടൊന്ന് കിടത്തിക്കാൻ പറഞ്ഞു. കിടത്തി കല്ലിൽ കിടത്തിയിട്ട് തന്റെ മകളെയും ആക്കിയിട്ട് തന്റെ ഭർത്താവ് പൂജാരിയാണ്, താൻ വിട്ടുപോയി. അവൻ പ്രാർത്ഥിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു. കഞ്ഞി ചോദിച്ചു, കഞ്ഞി കൊടുത്തു. ഹല്ലേലൂയ. ഇന്നും ആ ട്യൂബ് അവിടെ കിടക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ കുളിമുറിയിൽ ചെന്ന് കുളിച്ചു. പിറ്റന്ന് സുഖത്തോടെ വീട്ടിൽ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേപോലെ എത്രയോ അനുഭവങ്ങൾ അറിയാമോ? ഹല്ലേലൂയ. ഒരൊറ്റ രോഗത്തിനും ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഞാൻ വിടുന്ന പരിപാടിയില്ല. പ്രാർത്ഥിച്ച് ഞാൻ ആശുപത്രിക്ക് വിടുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. യേശുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ സൗഖ്യം ഇടയുണ്ടാവും. ആമേൻ. സ്തോത്രം. നിങ്ങൾ അങ്ങനെയുള്ള പ്രാർത്ഥനാപുര കണ്ടെത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കാണാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. അപ്പോ വായിക്കാം, താഴോട്ട് വായിക്കാം. നമസ്കരിക്കാതെ ഇരുന്നാലോ നിങ്ങളെ ഈ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാമെന്ന ദേവനാർ എന്ന് പറഞ്ഞ രാജാവ് പറയുന്നത്, രാജാവിന്റെ കയ്യിൽ നിന്നുകൊണ്ട് ഈ ബാലന്മാരെ വിടുവിക്കുവാൻ ആരുമില്ലെന്നുള്ളതാണ്.
അവനെ കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനപ്പുറത്ത് പഴുതുകളില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് കടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഞാനും നിങ്ങൾ ഓർത്തോണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജയമെടുക്കുന്നു, വചനത്താ ജയമെടുക്കുന്നു. ആമേൻ ആമേൻ സ്തോത്രം ചെയ്തു. ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്തു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ആമേൻ